നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായി ഓരോ മുസ്ലിമും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ആ ഒരു വാദപ്രകാരം ഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് മനുഷ്യൻ അള്ളാഹു ഒഴിവാക്കി. അഥവാ അള്ളാഹു എന്നോടും ഞങ്ങൾ സഹായം തേടുന്നു, മനുഷ്യരോടും ഞങ്ങൾ സഹായം തേടുന്നു എന്നായി വന്നു. യഥാർത്ഥത്തിൽ എത്ര വലിയ ഒരു ഗൗരവമേറിയ ഒരു പദപ്രയോഗമാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്തിൽ നിന്നതാണ്. അതിന് വിരുദ്ധമാണ്. മാത്രമാണെങ്കിൽ പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല, ഒഴിവാക്കി പിന്നെ മാത്രമല്ല താനും. അപ്പൊ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ടുന്ന ഇസ്തിആനത്ത് മനുഷ്യരോടും ചെയ്യാം എന്നാണ് ഇതിലൂടെ യഥാർത്ഥ അവർ അറിയാതെ പറഞ്ഞു പോകുന്നത്. മാത്രമല്ല അത് പറയുക വഴി ഒരുപാട് അപകടങ്ങൾ സ്വാഭാവികമായും കടന്നു വിടുന്നുണ്ട്. ഇവരിത് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ സംഘടനാപരമായ ചില വിവാദങ്ങളും വളർക്കെ ഉണ്ടായ സമയത്ത് നമ്മുടെ നാട്ടിൽ ജിന്ന്, പിശാച്ച്, മലക്ക് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഇവിടെ പൊങ്ങി വന്നു. അപ്പം മുജാഹിദ് പ്രസ്ഥാനം പഴയകാലം മുതലേ സമൂഹത്തെ പഠിപ്പിച്ചു പോകുന്നൊരു യാഥാർത്ഥ്യമാണ് അദൃശ്യമായ ഭൗതികമായ കഴിവുകൾ അള്ളാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. അത്തരം കഴിവുകൾ അള്ളാഹു അല്ലാത്തവർക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിൻ്റെ കഴിവിൽ അവൻ്റെ സൃഷ്ടികളെ കൂടി പങ്കുചേർക്കൽ വന്നു. ആ അർത്ഥത്തിലുള്ള തേട്ടത്തിലാണ് പ്രാർത്ഥന എന്ന് പറയുക. അദൃശ്യമായ കഴിവുണ്ട്, അഭൗതികമായ കഴിവുണ്ട് എന്ന വിശ്വാസത്തിൽ അർപ്പിക്കപ്പെടുന്ന തേട്ടം, അതിനാണ് പ്രാർത്ഥന. നമ്മൾ വായിച്ച റഹ്മാനിമലയുടെ ആ പദപ്രയോഗം, അതായത് അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമാകെ കൊണ്ട് മറ്റാരോടും അതിനെ അപേക്ഷിക്കുന്നത് വ്യർത്ഥമായിരിക്കുമെന്ന് മാത്രമല്ല, അത് തനി ശിർക്കും കൂടിയാണ് താനും. അള്ളാഹുവിനോടൊപ്പം മറ്റാരും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞതും അതുകൊണ്ട് തന്നെ. അപ്പം ഈ അദൃശ്യമായ കഴിവുണ്ട് എന്ന നിലക്കുള്ള തേട്ടമാണ് പ്രാർത്ഥന. അതാണ് ഇയ്യാക നസ്തഈൻ. എന്നാൽ ജിന്നുകളും മലക്കളും ഒക്കെ അദൃശ്യമാണ്, അഭൗതികമാണ് എന്നൊരു പുതിയ വാദം ഇവിടെ ഈ സീരി ടവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകൾ, മർക്കസ് ദഅവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരൊക്കെ കൊണ്ടുവന്നു. ഇവിടെ ജിന്നും മലക്കുമൊക്കെ അഭൗതികമാണ്, അതുകൊണ്ട് അവർ സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിക്കാൻ പോലും പാടില്ല. അബ്ദുസ്സലാം സുലൈമിക്ക് വ്യക്തമായി എഴുതി, ജിന്നുകളോ മലക്കളോ സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു, കാരണം അഭൗതികമായ സഹായമായി എന്ന് വന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ ആളുകളും പിന്നീട് 2012 മുതൽ ജിന്നും മലക്കുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഇടപാടുകളും എല്ലാത്തരം സഹായ ചോദ്യങ്ങളും എല്ലാം ശിർക്കാണ് എന്നൊരു പുതിയ തലത്തിൽ കൊണ്ടുവന്നു. അത് അഭൗതികമെന്നോ മറ്റു വ്യത്യാസമൊന്നും ആവശ്യമില്ല. അത് സ്ഥാപിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തെറ്റായ വ്യാഖ്യാനത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത്. ഇത് പ്രസംഗിക്കുക മാത്രമല്ല, ഇത് എനിക്ക് തോന്നുന്നു എഴുതിയിട്ടുമുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇതേ ആശയം തന്നെ അവർ എഴുതിയും കാണാൻ കഴിയും. അത് വായിച്ചതെനിക്ക് തോന്നുന്നു. അഥവാ പിന്നെ നമ്മൾ വിചാരിക്കുന്നു കേവലം അക്ബർ ഒന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു പോയതാണെന്ന്. ഇതേ സംഗതി തന്നെ KNM ഒരു ലഘുലേഖ പുറത്തിറക്കി. ആ ലഘുലേഖയിലുള്ള ഇങ്ങനെയാണ്, അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അവിടെ ഇസ്തിആനത്ത് എന്താന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഈ കാര്യത്തിൽ നിന്ന് ദൃശ്യലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യന് അതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇതേ കാര്യം തന്നെ ലഘുലേഖയാക്കി പിന്നെ പ്രിന്റ് ചെയ്ത് പ്രസംഗത്തിൽ സംഭവിച്ച അബദ്ധമല്ല. എനിക്കിതിൽ ചോദിക്കാനുള്ളത്, ഇങ്ങനെയാണെങ്കിൽ അള്ളാഹുവെ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കി എന്നാ പറഞ്ഞത്. അപ്പൊ ഇവരിതിന് പറയുന്നതിന് പിന്നെ ഇത് ചോദിച്ച സമയത്ത് അവർ വിശദീകരണം പറഞ്ഞു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ടാണ് മാഇദയിലെ 2ാമത്തെ ആയത്ത് ഇറങ്ങിയത്. വതആവനു അലൽ ബിർരി വത്തഖ്വ. അപ്പൊ ഇസ്തിസ്ന എന്ന് പറയും. ഒരു ആയത്ത് ആദ്യം പറയുന്നു, ആ ആയത്തിൽ നിന്നും പിന്നെ മറ്റൊരു ആയത്ത് ഇറങ്ങിയിട്ട്, അപ്പോൾ ആ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ മനുഷ്യനോട് സഹായം ചോദിച്ചാലും ശിർക്കാണ്. പിന്നെ ഇതിൽ ഇളവെട്ടി. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം മായിദയിലെ ആയത്തിറങ്ങുമ്പോൾ മനുഷ്യനോട്
ചോദിക്കാം എന്നായി. അതിൽ ഒഴിവാക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യമുണ്ടല്ലോ. ഇവിടെ പിന്നെ ഒന്നാമത്തെ ചോദ്യം, മനുഷ്യനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ തന്നെ മാത്രം പോയി. അപ്പൊ സമസ്തക്കാർ പറഞ്ഞ അതേ വാദമായി. അപ്പൊ ഇനിയിപ്പോ പൊയ്യാക്കണ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇവര് പറയേണ്ട അർത്ഥം, അതെ, അള്ളാഹു എന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. അതെ, ഇത് മാത്രമില്ല. അള്ളാഹിനോട് ദൃശ്യലോകത്തുള്ള മനുഷ്യന്മാരോട് ചോദിക്കുന്നു. ഇനി വേണമെങ്കിൽ ഏറി വന്നാൽ അള്ളാഹിനോടും മനുഷ്യന്മാരോടും മാത്രം എന്ന് വേണമെങ്കിൽ. അപ്പൊ മാത്രം പൊളിഞ്ഞു. സമസ്തക്കാരുടെ അതേ വാദത്തിലേക്ക് ഒരു നിലക്ക് പറഞ്ഞാൽ എത്തി. അതിന് മറുപടി കിട്ടേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഒരു സംശയം ഉണ്ടല്ലോ ഇവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്തിറങ്ങുന്നത്? മായിദയിലെ മദനിയായ ആയത്താണ്. ആയത്തുമായി ബന്ധപ്പെട്ടാണ് ഈ വചനമുള്ളത്. അതെ അതെ. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ആയത്ത് ഇറങ്ങിയതോടുകൂടി മാത്രം മനുഷ്യന്മാരോട് സഹായം ചോദിക്കാം എന്നായി. അപ്പൊ എന്റെ സംശയം, പിന്നെ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് മനുഷ്യന്മാരോട് സഹായം ചോദിച്ച ശിർക്കാണ്. അപ്പൊ ഈ ആയത്ത് ഇറങ്ങുന്നവരെ അള്ളാഹിനോട് മാത്രം. അത് മനുഷ്യനോട് ചോദിച്ചാലും അവിടെ ശിർക്കായി മാറും. അപ്പൊ അന്നൊരു കടം ചോദിക്കാൻ പറ്റൂല, പരസ്പര സഹായം ചോദിക്കാൻ പറ്റൂല, ഒക്കെ ശിർക്കായി മാറും. പിന്നെ ഏറ്റവും അവസാനം നബിതങ്ങൾ വഫാത്തിന്റെ മാസങ്ങൾക്ക് മുമ്പാണ് ഇതിറങ്ങുന്നത്. ആ സമയത്ത് ഒരു ആയത്തിറങ്ങി, അപ്പൊ ഇനിയിപ്പോ അതിനും കടം ചോദിക്കാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുരുങ്ങിയത് 22 വർഷമെങ്കിലും പ്രയാസപ്പെട്ടു. കാലത്ത് മനുഷ്യന്മാരോട് ഒന്നും പറയാൻ പറ്റാത്ത, ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. മാത്രമല്ല അപ്പൊ അതുവരെ ശിർക്കായ കാര്യം അവിടെ വെച്ച് തൗഹീദായി മാറി. ഇനി വെച്ചാൽ വേറൊരു വിഷയമുണ്ട്. ഇത് മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലുള്ള സഹകരണവും സഹായവുമായി ബന്ധപ്പെട്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. അപ്പോ ഈ ആയത്തിന്റെ അവസാനത്തിലുള്ളത് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. തിന്മയിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കരുത്. അങ്ങനെ സഹകരിക്കുകയാണെങ്കിലോ അത് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഒരാളോട് ഇനി ഒരു കുപ്പി കള്ള് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മനുഷ്യന്മാര് തമ്മിൽ തന്നെ ശിർക്കായി മാറും. മോഷ്ടിക്കാൻ പോകുന്ന നിന്റെ ഒരു വാഹനം തരുമെന്ന് ചോദിച്ചു, അത് ശിർക്കായി മാറും. കാരണം അത് ഒഴിവാക്കിയിട്ടില്ല. പ്രത്യേകം പറഞ്ഞു നന്മയിൽ സഹകരിക്കാൻ പറ്റും. നന്മയെ സഹകരിക്കാം. 3 കാര്യങ്ങളായി. 4ാമത്തെ കാര്യം, പിന്നെ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ ഈ എന്താണ് 4ാമത്തെ കാര്യം, മനുഷ്യന്മാരെ ഒഴിവാക്കി എന്നാണല്ലോ പറഞ്ഞത് അല്ലേ? അപ്പോ ഒരാള് പിന്നെ ആനയെ കൊണ്ട് ആന ഇനി തടി പിടിക്ക്, നായയോട് പരിശീലിപ്പിക്കപ്പെട്ട നായയോട് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ഒരു കൽപ്പന കൽപ്പിക്കുന്നു, അതിന്റെ വിധി എന്താണ്? അപ്പൊ അതും ശിർക്കായി മാറണം. അതായത് മനുഷ്യരെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, മറ്റു ജീവികളൊന്നും ഒഴിവാക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ വിശ്വാസികളോടുള്ള കൽപ്പന. 5ാമത്തെ പോയിന്റ് അതും പറയാം. അതെ, അതായത് ഇത് വിശ്വാസികൾ തമ്മിലാണ്. വിശ്വാസികളോട് അപ്പൊ വലിയ അപകടത്തിലേക്കാണ് എത്തിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അഥവാ മുൻഗാമികൾ പഠിപ്പിച്ച അർത്ഥത്തിൽ നിന്നും വ്യതിചലിച്ച് ദുർവ്യാഖ്യാനങ്ങൾ സ്വന്തമായ ഹവക്കടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. എന്തിനു വേണ്ടി? മുജാഹിദുകളെ മുശ്രിക്കാക്കാൻ വേണ്ടി. ഇത് ചോദ്യം ചെയ്തതിനാണ് ശരിക്ക് അപ്പൊ നിങ്ങൾക്ക് ജിന്നോട് തേടാൻ വേണ്ടിയാണ് എന്നാക്കി തീർത്തത്. യഥാർത്ഥത്തിൽ ജിന്നാവട്ടെ, ഇൻസാവട്ടെ, മലക്കാവട്ടെ, ഏത് സൃഷ്ടിയാണെങ്കിലും അഭൗതികമായ കഴിവുണ്ട്, വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നുവെന്നും ആ അർത്ഥത്തിൽ തേടിയാൽ അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ് എന്നും പഠിപ്പിക്കാനാണ് നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നത്. അത് നേരെ അട്ടിമറിച്ചിട്ട് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരോടക്കം ഈ സ്ഥാനത്ത് പറ്റുമെന്ന് പറയുകയും മറുഭാഗത്ത് ഇവർക്ക് ജിന്നോട് തേടുന്നവരാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ഇല്ലാത്ത ഒരു വാദം നമ്മുടെ മേൽ വെച്ച് കെട്ടിക്കൊണ്ട് നമ്മൾക്ക് ജിന്നിന്റെ ആളുകളായും ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായും ജിന്നോട് തേടിയ ശിർക്കല്ല എന്ന് പറയുന്നവരായും ഖുറാഫാത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക് ആളെ കൊണ്ടുപോകുന്നവരാണ് എന്നും വരെ പറയാൻ ശ്രമിച്ച ആളുകൾ എത്തിപ്പെട്ട ശിർക്കിലാണ്, വലിയ ശിർക്ക്, വലിയ അപകടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിലൂടെ കാണുന്നത്. യഥാർത്ഥം മാത്രം ഒരു മറുവശം മർക്കസ് തഴയപ്പോൾ ആളുകളും അവരും ഈ വിഷയത്തിൽ ഇതേ നിലപാടിൽ തന്നെയാണ്. ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ അവർ ഇവിടെ ചെയ്തൊരു പണിയുണ്ട്. കാരണം ജിന്നുകളും മലക്കളും അഭൗതികമാണ് ഇത് പറഞ്ഞു വെച്ചു. അഥവാ കണ്ണിൽ കാണുന്നില്ല, അദൃശ്യമാണ്. അദൃശ്യമായ സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവം ഉണ്ടാകും എന്ന് പറയുന്ന ഹദീസുകൾ, മലക്കുകൾ സഹായിക്കും, ഇടപെടും എന്ന് പറയുന്ന ഹദീസുകൾ, ഉദാഹരണം ബദറിൽ മലക്കൾ ഇറങ്ങി, ഹഫദത്തിന് മലക്കളുണ്ട്. അതുപോലെ പല യുദ്ധങ്ങളിലും മലക്കളുടെ സഹായം പ്രവാചകർക്ക് ലഭിച്ചത്, ജിന്നുകൾ പിന്നെ സാഹിറുമാരെ സഹായിക്കുന്നത്, പിശാച്ച് വസ്വാസ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയ പിശാച്ചുകളുടെ ഉപദ്രവങ്ങൾ, മലക്കളുടെ സഹായങ്ങൾ പരാമർശിക്കുന്ന ഹദീസുകളൊക്കെ ഇവർക്ക് പ്രശ്നമായി. കാരണം അദൃശ്യമായ സഹായം അള്ളാഹു മാത്രമേ ചെയ്യുള്ളൂ, അദൃശ്യമായ ഉപദ്രവം റബ്ബിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു ഈ അദൃശ്യത്തിന് മുൻഗാമികൾ പറയാത്ത തലം കൊണ്ടുവന്നപ്പോൾ ഈ ഹദീസ് ഇങ്ങനെ കാണുന്നു. അപ്പൊ അവരെ പറഞ്ഞു ഈ ഹദീസ് ഒന്നും സ്വീകാര്യമല്ല, ഇത് സ്വീകരിച്ചാൽ
തൗഹീദ് പൊളിയും. അപ്പൊ സ്വാഭാവികമായും ബുഖാരി മുസ്ലിമിൽ അടക്കമുള്ള ധാരാളം ഹദീസുകളെ നിരാകരിക്കേണ്ടി വന്നു. അപ്പൊ ഈ ഒരു ബേസ് സ്വീകരിക്കുക വഴി സിറിയുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കും യഥാർത്ഥത്തിൽ ഈ ഹദീസൊന്നും സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഹദീസുകളെയും ഓരോന്നോരോന്നായി നിരാകരിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ മർക്കസ് ദാവക്കാർക്ക് ഹദീസ് നിഷേധിച്ച് തുടങ്ങേണ്ടി വന്ന തന്നെ ഭൗതികവും തിരിയാത്തടത്ത് ഇവിടെ ശരിക്കും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് അഭൗതികമായ കഴിവ് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ് എന്നാണ് ഉള്ളത്. അല്ലാഹു തആലയാണ് എല്ലാ വ്യവസ്ഥയും വ്യവസ്ഥപ്പെടുത്തിയവൻ. അവിടെ എല്ലാ സൃഷ്ടികളും അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കേൾവി, കാഴ്ച, അറിവ്, നടത്തം, പിടുത്തം തുടങ്ങി എല്ലാത്തിലും ഈ വ്യവസ്ഥകൾക്കെല്ലാം അതീതമായി ഒരു കാര്യം ചെയ്യാൻ ഈ വ്യവസ്ഥയെ വ്യവസ്ഥപ്പെടുത്തിയ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാണ് സാധാരണ നമ്മൾ ശിർക്ക് തൗഹീദ് പറയുമ്പോൾ അബൗദികമായ കഴിവ് എന്ന് പറയാറുള്ളത്. ആ കഴിവ് ഒരു മൊഹീദ്ദീൻ ശൈഖിനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ആ കഴിവ് നബിക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ, ആ കഴിവ് ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ആ കഴിവ് കല്ലിനുണ്ടെന്ന് വിശ്വസിച്ചാൽ, മരത്തിനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഒക്കെ അള്ളാഹുവിൻ്റെ കഴിവ് ആ സൃഷ്ടിക്ക് വകവെച്ച് കൊടുക്കുകയും മാറി. അപ്പം നമ്മളവിടെ ഇത്രയും കാലം മുജാഹിദ് വസ്ലം പറഞ്ഞു പോകുന്ന അതേ ബേസിൽ നിന്ന് കൊണ്ട് തന്നെ അബോധികമായ കഴിവ് ആർക്കുമില്ല, അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഉണ്ടെന്ന് ഒരു ജിന്നിനെ കുറിച്ച് വിശ്വസിച്ചാൽ ശിർക്കായി. ആ അർത്ഥത്തിൽ ജിന്നിനോട് സഹായം തേടിയാൽ പ്രാർത്ഥനയായി ശിർക്കായി. അബോധികമായ കഴിവ് വകവെച്ച് കൊടുക്കുന്നില്ല എങ്കിൽ ജിന്നുകൾക്കുള്ള കഴിവെന്താണോ അവർ ആ കഴിവ് ഉപയോഗപ്പെടുത്തുന്നു. അവർ കാണുന്നു, അവർ കേൾക്കുന്നു, അവർ നടക്കുന്നു, അവരിയ്ക്കുന്നു, സാഹിറിനെ സഹായിക്കുന്നു, പിശാചിടപെടുന്നു, വസ്വാസം ഉണ്ടാക്കുന്നു എന്നൊക്കെ വിശ്വസിച്ചാൽ അബൗദികമായ കഴിവ് വകവെച്ചു കൊടുക്കാനാകുന്നില്ല. അതിനതീതമായി ചെയ്യാൻ കഴിയും എന്ന് ജിന്നിനെ കുറിച്ച് വിശ്വസിച്ചാലോ അതും ശിർക്കായി മാറി. എന്നാൽ ഇവര് പറഞ്ഞത് അദൃശ്യം അബൗദികം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായത് എന്നർത്ഥമാണ്. അങ്ങനെ വരുമ്പോൾ ജിന്നുകൾ നമ്മൾ കാണുന്നില്ല, മലക്കൾ നമ്മൾ കാണുന്നില്ല. അപ്പൊ കാണാത്ത അവസ്ഥയിൽ ജിന്ന് സഹായിക്കും, ജിന്ന് ഉപദ്രവിക്കും, അല്ലെങ്കിൽ മലക്ക് സഹായിക്കും, മലക്ക് ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കഴിവ് വകച്ചു കൊടുക്കലാണ്. അപ്പൊ ശിർക്കാണ്, അതുണ്ടാവുകയില്ല. അതുകൊണ്ട് അവരോട് ഏത് ചോദ്യവും അദൃശ്യമായ ചോദ്യമാണ്, അബൗദികമായ ചോദ്യമാണ്, അതെല്ലാം പ്രാർത്ഥനയാണ്, അതെല്ലാം ശിർക്കാണ് എന്നിടത്താണ് അവർ എത്തിപ്പെട്ടിരിക്കുന്നത്. മർക്കസ് ദഅവക്കാർ അത് പറഞ്ഞ മതത്തോട് മര്യാദ കാണിച്ചുകൊണ്ട് അതിനെതിരായി തോന്നിയ 2000-3000 ഹദീസുകളെ അവർ തള്ളിക്കളഞ്ഞു. എന്നാലും പറഞ്ഞെടുത്ത് നിന്നു. ഇവർ ഈ ബേസ് സ്വീകരിക്കുകയും എന്നാൽ ഈ ഹദീസൊക്കെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നുകിൽ അവർ അതിൽ നിന്നും മാറി ശരിയായ അസലിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ ഈ ഹദീസുകളെല്ലാം അവർ തള്ളേണ്ടി വരികയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാം.